രാവിലെ വേസ്റ്റ് പൈപ്പ് ബ്ലോക്കാന്ന് പറഞ്ഞ് നമ്മൾ വന്നതാണ്. നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഇതുപോലെ ബാത്റൂമിൻ്റെ വേസ്റ്റ് പൈപ്പ് വരുന്ന ഭാഗമാണ് ഇത്, കണ്ടില്ലേ? അത് കിടക്കുന്നത് ഒരു ഡോർ എൽബോ ഇട്ടിട്ടാണ് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നത്. അപ്പോൾ എപ്പോഴും മണ്ണിൻ്റെ അടിയിൽ വരുന്ന ഭാഗത്ത് ഡോറിൻ്റെ ഫിറ്റിങ്സുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉചിതം. അത് കാരണം അവിടെ അത്രയും ഭാഗം മാന്തി നമ്മളത് കണ്ടുപിടിച്ച് നേരെ ഇപ്പുറ സൈഡിൽ വന്നു. തൊട്ടിപ്പുറത്താണ് ഒരു ടാങ്ക് വരുന്നത്. ഇതിൻ്റെ ടാങ്ക് വരുന്നത് അവിടെയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ മാന്തിയപ്പം തന്നെ അവിടുന്ന് ഇങ്ങനെ വരുന്ന രീതി നമ്മൾ കണ്ടു. ഈ നിൽക്കുന്ന തെങ്ങിന് തൊട്ടിപ്പുറത്താണ് അതിൻ്റെ വേസ്റ്റ് ടാങ്ക് വരുന്നത്. അങ്ങനെ നമ്മളവിടെ മാന്തിയപ്പോൾ ഇതേപോലെ വെള്ളം വന്നു. അപ്പോൾ ചെറിയ സ്മെല്ലും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് നമ്മൾ ലിക്വിഡ് ഒഴിച്ചാണ്. അങ്ങനെ നമ്മൾ അത് തെളിച്ച് വെച്ചു. അവിടെ ഉണ്ടല്ലേ, ടാങ്കിൻ്റെ അടപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് പൈപ്പ് പോകുന്നത്. ഈ പൈപ്പ് 2 ഇഞ്ച് പൈപ്പാണ് കിടക്കുന്നത്. തൊട്ടിപ്പുറത്ത് തെങ്ങായതുകൊണ്ട് ഈ തെങ്ങിൻ്റെ വേരെല്ലാം കൂടെ കയറി ഇതിൻ്റെ അകത്ത് ജാമായി ടൈറ്റായി പോയി. അങ്ങനെ ടൈറ്റായി ഇട്ടിരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഈ വേസ്റ്റ് വെള്ളം പോകുന്നില്ല. അവിടെ അങ്ങ് തടഞ്ഞ് തട്ടി നിന്ന് ചെറുതായിട്ടാണ് പൊക്കൊണ്ടിരുന്നത്. അതിപ്പോൾ നമ്മൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് 2 ഇഞ്ചിനെ മാറ്റി 3 ഇഞ്ചാക്കി നമ്മൾ വന്നിട്ടുണ്ട്. 3 ഇഞ്ച് നേരെ വന്ന് ഇങ്ങോട്ട് ഇവിടെ വന്നിട്ട് ഒരു വയ്യും ഇട്ട്, വൈക്കകത്തുനിന്ന് ഒരു 45 ഇട്ട് നേരെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. 3 ഇഞ്ചല്ല, സോറി, 2.5 ഇഞ്ചാണ് പൈപ്പ് ഇട്ടേക്കുന്നത്. 2.5 ഇഞ്ച് പൈപ്പ് നേരെ ഇങ്ങോട്ട് 45 ഇട്ട് നേരെ ഇറക്കി നമ്മൾ ക്ലിയർ ചെയ്ത് അവിടെ മണ്ണിട്ട് ലെവൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ വഴിയുടെ ഫിറ്റിങ്സ് ഇട്ടത് വേറെ ഒന്നുമല്ല, എന്തെങ്കിലും ഭാഗത്ത് ആ 45ൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കുത്താനൊക്കെയാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതേപോലെ വരുന്നിടത്ത്